കസ്തൂരി അനിരുദ്ധൻ കുറച്ച് ദിവസമായി മാധ്യമങ്ങളിൽ ഒരു ചർച്ചാ വിഷയമായി പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് ബൈറ്റ് ടി വിക്കാരോടുള്ള സംസാരം, പിന്നെ ഒരു ചെറിയ ഇൻ്റർവ്യൂ, ഇതൊക്കെ ഞാനും കണ്ടു. ഹിന്ദു ഐക്യവേദിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായിട്ട് കസ്തൂരി അനിരുദ്ധനെ അവർ തിരഞ്ഞെടുക്കുകയോ നോമിനേറ്റ് ചെയ്യുകയോ വാട്ടെവർ. ഇതിപ്പോൾ എന്താ ഇത്ര വലിയ കാര്യമൊന്നുമല്ല. അദ്ദേഹം കെ അനിരുദ്ധൻ എന്ന പഴയ വലിയ CPM നേതാവിൻ്റെ മകനാണ്. അതാണ് ഇതിനകത്തെ ഒരു വാർത്താ പ്രാധാന്യമുള്ള വസ്തുത. അപ്പോൾ അങ്ങനെയുള്ള ആറ്റിങ്ങിൽ നിന്ന് പലതവണ MLA MP ഒക്കെ ആയ ആളാണ് കെ അനിരുദ്ധൻ. വളരെ വിഖ്യാതനായ CPM പ്രവർത്തകനും നേതാവുമൊക്കെ ആയിരുന്നു അനിരുദ്ധൻ. അനിരുദ്ധൻ്റെ മകൻ A സമ്പത്ത്, അദ്ദേഹവും MLA ആയി MP ആയി ഒക്കെ ആറ്റിങ്ങൽ ബേസ്ഡ് ആൾക്കാരാണ്. അനിരുദ്ധൻ്റെയും അനിയനാണ് കസ്തൂരി. കസ്തൂരി ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ പ്രസിഡൻ്റായി. അപ്പോൾ ആളുകൾക്കൊരു കൗതുകം, ഈ കമ്മ്യൂണിസ്റ്റ് വീട്ടിൽ നിന്ന് സംഘപരിവാറിലേക്ക് ഒരാൾ വരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വാർത്തയൊന്നുമല്ല. എത്രയോ പേര് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നവർ പിന്നീട് സംഘപരിവാറിലേക്ക് വന്നിട്ടുണ്ട്. എത്രയോ പേർ കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിൽ ജനിച്ചവർ തുടക്കം മുതൽ സംഘപരിവാറിൽ തുടങ്ങിയവരുമുണ്ട്. ഇതൊക്കെയുണ്ട്. അതുപോലെ സംഘപരിവാർ കൂട്ടത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയവരും ഉണ്ട്. എണ്ണം അല്പം കുറവാണെന്നേ ഉള്ളൂ, പക്ഷേ ഉണ്ട്, ഇല്ലെന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പക്ഷത്തു നിന്ന് വേറൊരു പക്ഷത്തേക്ക് ഒരാൾ പോകുന്നു, അയാൾ കൺവിൻസ്ഡ് ആയിട്ട് പോകുന്നവരുണ്ട്, അത്ര കൺവിൻസ്ഡ് ആവാതെ വഴക്കും ബഹളവും ഒക്കെ ആയിട്ട് പോകുന്നവരുണ്ട്. ഇങ്ങനെ പല ബാക്ക്ഗ്രൗണ്ടുമുണ്ട്. ബട്ട് കസ്തൂരിയെ ഞാൻ എടുത്തു പറയാൻ കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മാറ്റമുണ്ടായത് ഞാൻ കേരളം വിട്ട് ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളും പോയി കണ്ടപ്പോഴാണ്. അവിടെ താമസിക്കുകയോ ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്ത് അദ്ദേഹം പല സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ചു. അപ്പോഴാണ് എൻ്റെ കാഴ്ചയും കാഴ്ചപ്പാടും മാറിയത് എന്ന് പറഞ്ഞു. ഇത് എന്നെ സ്വാമി വിവേകാനന്ദനെ ഓർമ്മിപ്പിച്ചു. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഭാരതീയരെ മുഴുവൻ ഭാരതം മൊത്തം ഒന്ന് ചുറ്റി സഞ്ചരിച്ച് കാണിപ്പിച്ചേനെ എന്ന് വിവേകാനന്ദൻ പറഞ്ഞിരുന്നു. ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് കണ്ടാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും മാറും. ഞാനും അതിൻ്റെ അനുഭവസ്ഥനാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സംഘപരിവാറിൽ വന്നവനല്ല. 2ാം വയസ്സ് മുതൽ, അതായത് ബോധവും ഓർമ്മയും ഉറയ്ക്കുന്നതിന് മുമ്പ് തന്നെ സംഘപരിവാറായിട്ട് വന്നവനാണ്. വേറെ പ്രസ്ഥാനത്തിൽ പോയിട്ടില്ല. അതെൻ്റെ ഒരു മേന്മയും മറ്റേയാളുടെ കുറവായിട്ടല്ല ഞാൻ പറയുന്നത്, എൻ്റെ ഹിസ്റ്ററി പറയുമ്പോൾ. ബട്ട് എനിക്ക് പോലും, ഞാൻ ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾ, ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളും ഞാൻ ഭാരതത്തിലെ അവിടുത്തെ ഗ്രാമങ്ങളിൽ പോയി താമസിച്ചിട്ടുണ്ട്. താമസിച്ചത് എൻ്റെ കാഴ്ചപ്പാട് ശരിയാക്കി കളയാം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ജോലി സംബന്ധമായിട്ട്, പ്രോജക്റ്റ് സംബന്ധമായിട്ട് പോകേണ്ടി വന്നു. പ്രോജക്റ്റുകൾ എപ്പോഴും സ്ഥലം ഏറ്റെടുക്കുന്നത് വിജനവും ആൾതാമസം കുറവുള്ള സ്ഥലമാണല്ലോ അക്വയർ ചെയ്തിട്ട് ഗവൺമെൻറ് പ്രോജക്റ്റുകൾ തുടങ്ങുന്നത്. അപ്പോൾ എന്നെപ്പോലുള്ള എഞ്ചിനീയർമാരുടെ വിധി എപ്പോഴും ഈ കുഗ്രാമങ്ങളിൽ പോയിട്ട് ആ ചെറിയൊരു കുടിലോ ഓലപ്പരയോ ഉണ്ടാവും, അതിനകത്ത് താമസിക്കുന്നിട്ട് ഈ പ്രോജക്റ്റ് തുടങ്ങി പിന്നെ അത് വലിയ ടൗൺഷിപ്പൊക്കെ ആയിട്ട് മാറും. അപ്പോഴത്തേക്ക് എനിക്ക് സ്ഥലം മാറ്റമാകും അടുത്ത സംസ്ഥാനത്തേക്ക്. ഇതായിരുന്നു വിധി. ബട്ട് ഐ എൻജോയ്ഡ് ദാറ്റ്. അങ്ങനെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ 1-2 ഐ തിങ്ക് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, ഇതൊഴിച്ചിട്ട് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിൽ ദീർഘകാലം എനിക്ക് താമസിക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഭാരതം എത്ര വലുതാണ് എന്ന്. നമ്മൾ ഒരു കെട്ടിടത്തിൻ്റെ 3ാം നിലയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴെ ഒരു കാഴ്ച കാണാം. കാറ് പാർക്ക് ചെയ്തിരിക്കുന്നു, അത് ഇത് ബസ് ഓടുന്നു ഒക്കെ. ഇതിൻ്റെ ഒരു 23ാം നിലയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന കാഴ്ചയോ, താഴത്തെ കാർ തീരെ ചെറുതായിരിക്കുന്നു, ഉറുമ്പിൻ്റെ അത്രയുമായിരിക്കുന്നു. ബസ് ഒരു തീപ്പെട്ടിക്കൂടിൻ്റെ വലിപ്പം പോലുമില്ല.
വിശാലമായ ലോകം നമുക്ക് ചുറ്റുമായിട്ട് കാണുന്നു. ഇതുവരെ കാണാത്ത കടൽ കാണുന്നു. ഇങ്ങോട്ട് നോക്കുമ്പോൾ മലനിരകൾ കാണുന്നു. ഇതെല്ലാം നമ്മൾ കാണും. നമ്മുടെ കാഴ്ചപ്പാട് വളരെ വലുതാകുന്നു. വലുത് എന്ന് നമ്മൾ വിചാരിച്ച സാധനങ്ങൾ തീരെ ചെറുതാകുന്നു. ഇത് മനുഷ്യന് സംഭവിക്കുന്നതാണ്. അപ്പോൾ നിലപാടനുസരിച്ചാണ് നമ്മളുടെ കാഴ്ചപ്പാട് വ്യത്യാസം വരുന്നത്. ഏത് നിലയിൽ നിങ്ങൾ നിൽക്കുന്നു അതനുസരിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്ന ഒരു വൃത്തമാണ്. കുടവട്ടപ്പാട് എന്നൊക്കെ പറയുമല്ലോ. ഒരു വള്ളത്തിൻ്റെ നീളത്തിന് വള്ളപ്പാട് എന്ന് പറയും. ഇതുപോലെ കാഴ്ചയുടെ വൃത്തത്തിന് പറയുന്ന പേരാണ് കാഴ്ചപ്പാട് എന്ന് തൽക്കാലം നമുക്ക് വ്യാഖ്യാനിക്കാം. അത് കൃത്യം അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല കേട്ടോ. എന്നാലും പ്രാക്ടിക്കൽ സെൻസിൽ കാഴ്ചയുടെ വൃത്തം കാഴ്ചപ്പാട്. അപ്പോൾ നിലപാട് ഉയരുന്തോറും കാഴ്ചപ്പാട് അതിൻ്റെ വൃത്തം വലുതായി വരുന്നു. ഇത് കസ്തൂരിക്ക് സംഭവിച്ചു. അദ്ദേഹം ഭാരതം മൊത്തം കണ്ടു. അത് കണ്ടപ്പോൾ കാഴ്ചപ്പാട് മാറി. അങ്ങനെ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ വേറെയാണ്. അത് സം ടോട്ടൽ എടുത്ത് ഞാൻ പറയുകയാണ്. അങ്ങനെ അദ്ദേഹം ആധ്യാത്മികതയിലേക്ക് തിരിഞ്ഞു. പിന്നെ വ്യക്തി ജീവിതത്തിലെ കുറേ അനുഭവങ്ങളും ഒക്കെ ഇതിന് കാരണമായി എന്ന് അദ്ദേഹം പറയുന്നു. അത് ശരി, അതും ഒരു കാരണമാകാം. ബട്ട് ബേസിക് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ കേരളത്തിന് പുറത്തുപോയി അന്യ സംസ്ഥാനങ്ങളിൽ താമസിച്ചു, അങ്ങനെ എൻ്റെ കാഴ്ചപ്പാട് മാറി. ഇത് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് എനിക്ക് വിവേകാനന്ദൻ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. ഞാനും ഓർത്തു, ഈശ്വര, എല്ലാ ഭാരതീയരെയും മൊത്തം ഭാരതം ഒന്ന് കാണാനുള്ള അവസരം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഭാരതത്തിൽ ഈ പറഞ്ഞ വഴക്കും വയ്യാവേലിയും ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും ഇത് കണ്ട് വിസ്മയിച്ചു, ഓ ഇങ്ങനെയാണോ, ഞങ്ങളുടെ അവിടെ ഇങ്ങനെയല്ല കേട്ടോ, അല്പം വ്യത്യാസമാണ്. അങ്ങനെയാ, ഓ ഞങ്ങളത് കണ്ടിട്ടില്ല, ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് വരുന്നു. ഇത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഈ പറയുന്ന വ്യത്യാസങ്ങൾ ഇത് ഒന്നും ഇല്ലാത്തതാണ്. അത് ഈ 23ാമത്തെ 25ാമത്തെ നിലയിൽ നിന്ന് താഴെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാറ് മാത്രമാണ് എന്ന് മനസ്സിലാവും. തീരെ ചെറുതാണത്. എന്നാലും അതുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതുണ്ട്, ഇല്ലാത്തതൊന്നുമല്ല. പക്ഷേ അതിന് നമുക്ക് വിചാരിക്കുന്ന വലിപ്പം അതിനില്ല എന്ന് മനസ്സിലാകും. മൊത്തം ഭാരതത്തെ എടുക്കുമ്പോൾ, മൊത്തം ഭാരതവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ വലുതാണ് എന്ന് കേരളത്തിൽ വിശ്വസിക്കുന്ന ഇഷ്യൂ വളരെ ചെറുതാണ് എന്ന് മനസ്സിലാവും താരതമ്യത്തിലൂടെ. ഈ വ്യത്യാസം സ്വാമി വിവേകാനന്ദനും മനസ്സിലായി, അനുഭവം കൊണ്ട് കസ്തൂരി അനിരുദ്ധനും മനസ്സിലായി. അത് അദ്ദേഹം തുറന്നു പറയുന്നു. വേറൊന്ന്, ഞാൻ അദ്ദേഹവുമായിട്ട് ഓർക്കാതെ കണക്ട് ചെയ്ത് പോയ ഒരു കാര്യം, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, എനിക്കറിയില്ല, അദ്ദേഹത്തിന് എന്നെയും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ ക്ലിക്ക് മനസ്സിൽ, നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പഠിച്ച കോളേജിൽ തന്നെ പഠിച്ച ആളിനെ കാണുമ്പോൾ ഒരു ചെറിയ കൗതുകം തോന്നുമല്ല. ഒരേ വർഷമല്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ്സായി കുറേ വർഷങ്ങൾ കൂടെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജിൽ വരുന്നത്. ബട്ട് സ്റ്റിൽ CETയിൽ പഠിച്ച ആൾ. അപ്പോൾ ഒരു ചെറിയ കൗതുകം അതും എൻ്റെ ഒരു കണക്റ്റിന് കാരണമായി, കസ്തൂരിയുമായിട്ട് കണക്ട് ചെയ്യാനൊരു കാരണമായി. അങ്ങനെയാണ് അദ്ദേഹം ബാക്കി പറയുന്നത് കേൾക്കാനുള്ളൊരു കൗതുകം എനിക്ക് ജനിച്ചത്, ഞാനിത് കണ്ടത്. ഇത് കൂടാതെ വേറൊരു പോയിൻ്റ് കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. പഴയ കമ്മ്യൂണിസ്റ്റുകാർ അവർ സത്യസന്ധരായിരുന്നു. അവർ ഈ കസ്തൂരിയെ പോലുള്ളവരോട് പറഞ്ഞു, എടാ ഞങ്ങളാരും മാർക്സിസം എന്താണെന്നോ ലെനിനിസം എന്താണെന്നോ കമ്മ്യൂണിസം എന്താണെന്നോ ഒന്നും പഠിച്ചിട്ടില്ല. ഞങ്ങൾ ചെയ്തത് അസാമാന്യമായ കമ്മിറ്റ്മെൻറ്റ്, സാമൂഹ്യ ബോധമുള്ള, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് ഈശ്വരതുല്യരായ പ്രവർത്തകർ എന്നാണ്. എന്തുവായിക്കോട്ടെ, നല്ല മനുഷ്യർ, അങ്ങനെയുള്ളവരുടെ കാലടിപ്പാടുകളെ പിന്തുടർന്നാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായത്, അല്ലാതെ പുസ്തകം വായിച്ചിട്ടല്ല എന്ന് പഴയ കമ്മ്യൂണിസ്റ്റുകാർ പറയാമായിരുന്നു. ഇന്ന് ആ സത്യസന്ധത കാണുന്നില്ല. എനിക്കൊരു തെറ്റ് പറ്റി, ഞാൻ തിരുത്തുന്നു എന്ന് പറയാൻ ഒരു കുറച്ചിലാണ് പലർക്കും. എനിക്ക് ആ കുറച്ചിലില്ല. ഞാനൊരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് അല്ല. ഇതാണ് അദ്ദേഹത്തിന് പറഞ്ഞ ചുരുക്കം. അപ്പം ഞാനിത് നോക്കിയപ്പോൾ ഇതല്ല ഞാൻ പറയുന്നത്, എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്.
ഞാൻ ആർ എസ് എസിൽ ഞാൻ പറഞ്ഞല്ലോ 2-ാം വയസ്സിൽ. അപ്പോൾ അന്ന് എന്ത് പുസ്തകം വായിക്കാൻ, എന്ത് ചെയ്യാൻ? പുസ്തകം വായിക്കുന്ന തിരിച്ചറിവൊക്കെ മനുഷ്യന് വരുന്നത് കുറഞ്ഞതൊരു മിനിമം, വലിയ വായനയ്ക്ക് അത്ര വലിയ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിലും ഒരു 7-ാം ക്ലാസ്സെങ്കിലും ആകണം. ബാക്കിയുള്ളൊരു 10-ാം ക്ലാസ് 11-ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴാണ് വായിക്കാനൊക്കെ തുടങ്ങുന്നത്. ഗഹനമായ വായനകളൊക്കെ കോളേജ് കാലത്തൊക്കെയാണ് നടക്കുന്നത്. കോളേജ് കഴിഞ്ഞ് അത് തുടരും. അപ്പോൾ ഞാൻ അതുവരെ ആർ എസ് എസ്സുകാരനായത് എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ പ്രവർത്തകർ അഥവാ പ്രചാരകന്മാർ ആർ എസ് എസിലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. എൻ്റെ കാലത്തുണ്ടായിരുന്ന പ്രചാരകന്മാരുടെ കാലടിപ്പാടുകൾ പിന്തുടർന്ന് ഞാൻ ആർ എസ് എസ് ആയി. അല്ലാതെ വിചാരധാര എടുത്ത് വായിച്ചിട്ട് ഇത് കൊള്ളാം എന്ന് പറഞ്ഞ ആർ എസ് എസ് ആയതല്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അങ്ങനെ ആയതല്ല. അപ്പോൾ ഈ ഒരു കാര്യവും എൻ്റെ മനസ്സിൽ പറയുന്നത് ശരിയാണല്ലോ. ഒരുപാട് പേര് പഴയ കമ്മ്യൂണിസ്റ്റുകാർ, അവർ കമ്മ്യൂണിസ്റ്റുകാരായത് ഒരു പുസ്തകവും വായിച്ചിട്ടല്ല. അവർക്ക് മുമ്പുള്ള ആൾ ചെയ്ത് കൊള്ളാമല്ലോ, നല്ല കാര്യമാണല്ലോ, അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകുന്നു, അദ്ദേഹം പറയുന്നത് ചെയ്യുന്നു, സമ്പൂർണ്ണമായിട്ട് ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു അവർ തമ്മിൽ. ഇങ്ങനെയാണ് ചെയ്തത്. ഇത് ശരിയല്ല ഈ പോക്ക് എന്ന് മനസ്സിലാകുമ്പോൾ അവർക്കിതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പ്രയാസമുണ്ടായിരുന്നില്ല. കാരണം അവർ ഒരു സിദ്ധാന്തവും തലയിൽ കയറി ഉറപ്പിച്ചിട്ടല്ല, നല്ല കാര്യമാണെന്ന് പറഞ്ഞ് ഇറങ്ങി. ഇതത്ര നല്ലതല്ലല്ലോ എന്ന് തോന്നുമ്പോൾ തിരിച്ച് കയറാനും ഒരു പ്രയാസവും ഉണ്ടാവില്ല. പക്ഷേ ഈ പുസ്തകം ചില തത്വങ്ങൾ, ന്യായങ്ങൾ ഇതൊക്കെ പറഞ്ഞുറപ്പിച്ച് പബ്ലിക്കായിട്ട് പ്രസംഗിച്ചൊക്കെ കൂടെ കുഴപ്പമായി കഴിഞ്ഞാൽ പിന്നെ വെച്ച കാലം പുറകോട്ടെടുക്കാൻ വയ്യാതെ വരും. അപ്പോഴും പുറകോട്ടെടുക്കുന്നതാണ് അവനവനും മറ്റുള്ളവർക്കും സമൂഹത്തിനും ഒക്കെ നല്ലത്. പക്ഷേ അപ്പോഴത്തേക്ക് വേണ്ടാത്ത ഈഗോയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കാണും. ജീവിതത്തിൽ നമ്മൾ പ്രായം വർദ്ധിക്കുന്തോറും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മാറ്റിപ്പറയുന്നത് എങ്ങനെ, അതൊരു കുറച്ചില്ലേ, നാണക്കേടല്ലേ, ഇങ്ങനെയൊക്കെ തോന്നുന്ന അവസ്ഥ വരും. അത് പലർക്കും ഇപ്പോഴും കേരളത്തിലുണ്ട്. അദ്ദേഹം കസ്തൂരി പറയുന്നു, ഹിന്ദു എന്നുള്ളത് ഒരു മോശം വാക്കായിട്ട് കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. സത്യമാണ്. ഒരുപാട് പേര് രഹസ്യമായിട്ട് എന്നോട് പറയാറുണ്ട്, ഞാനും ഹിന്ദുവാണ് മോഹൻദാസ്. ഞാൻ പറഞ്ഞെന്നാൽ അതൊന്ന് ഉറക്കെ പറയാമെന്ന്. അതേ, അത് പ്രശ്നമാകും. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളിൽ തന്നെ ഇപ്പോഴും താൻ ഹിന്ദുവാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പുറത്ത് പറയാൻ പേടിയാണ്. കാരണം ഹിന്ദു ഒരു മോശം വാക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. കേരളത്തിലെ പൊതുരംഗത്ത് തന്നെ ഹിന്ദു ഒരു മോശം വാക്കാണ്. ഒരു ഇൻഫ്രാഡിഗ് എന്ന് പറയുമല്ലോ ഇംഗ്ലീഷിൽ, അതാണ് ഹിന്ദു. അപ്പോൾ അതുകൊണ്ട് അത് പറയാൻ എല്ലാവർക്കും മടി. കസ്തൂരി അത് തുറന്നു പറഞ്ഞു. ഇപ്പോഴെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു ഔദ്യോഗിക ചുമതല ചെറുതാണെങ്കിലും അത് ഏറ്റെടുക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം സമ്മതിച്ചു. ബട്ട് ആ മനുഷ്യൻ്റെ സംസാരത്തിലെ സിൻസിയറിറ്റി, ഓണസ്റ്റി, ഇൻറ്റഗ്രിറ്റി തുടിക്കുന്ന വാക്കുകൾ, എന്നാൽ താനെന്തോ മഹാകാര്യം പറയുന്നു എന്നുള്ള ഭാവമില്ലാതെ സാധാരണക്കാരെ പോലെ സംസാരിക്കുന്ന രീതി, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ കസ്തൂരിയെ ശ്രദ്ധിച്ചത്. കസ്തൂരിയെ ഇനിയും ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. എനിക്ക് അദ്ദേഹവുമായിട്ട് നേരിട്ട് അടുപ്പമില്ല. ഉണ്ടാകുമായിരിക്കാം, ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ബട്ട് നല്ലൊരു മനുഷ്യൻ കസ്തൂരി അനിരുദ്ധൻ ആറ്റിങ്ങിൽ നിന്ന് തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായിരിക്കുന്നു ഹിന്ദു ഐക്യവേദിയുടെ. ഹിന്ദു ഐക്യവേദിക്കും കസ്തൂരിക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു.